ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വ്യാപാര കരാറിന്റെ അന്തിമ രൂപം നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിന് 19% നികുതി നിജപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വീണ്ടും നമ്മുടെ ഇവിടെ ഭയങ്കര ആശങ്കയാണ്. ബംഗ്ലാദേശും അമേരിക്കയും തമ്മിലുള്ള ട്രേഡ് ഡീല്. നമ്മൾ പൊതുവേ വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും കാണുന്നത് ആശങ്ക ആശങ്ക എന്നുള്ള സാധനം മാത്രമാണ്. ആരെവിടെ എന്ത് ചെയ്താലും ഇന്ത്യക്ക് ഭയങ്കര ആശങ്കയാണ്. അതായത് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഒരു ആശങ്കയും പറയില്ല, പക്ഷേ നമ്മുടെ മീഡിയകൾക്കാണ് ഏറ്റവും കൂടുതൽ ആശങ്ക. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കരാറിന്റെ ഭാഗമായിട്ട് ചില തുണിത്തരങ്ങൾക്ക് അമേരിക്ക 0% ആയിട്ട് താരിഫ് കുറച്ചിട്ടുണ്ട്. പക്ഷെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നതിന് മാത്രമല്ല, അത് പരസ്പര താരിഫാണ്. സമാനമായ മേഖലയിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന തുണിത്തരങ്ങൾക്കും 0% ആണ് താരിഫ് ബംഗ്ലാദേശിൽ. അതുപോലെ ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നതിനും 0% ആണ്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ടെക്സ്റ്റൈൽ മേഖലയിൽ ഇന്ത്യയേക്കാൾ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. ബംഗ്ലാദേശ് തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യത്തിൽ വളരെ മുമ്പിലാണ് നേരത്തെ തന്നെ. ഇപ്പൊ ഇന്ത്യ വൈകാതെ ബംഗ്ലാദേശിനെ മറികടക്കും. പക്ഷേ ബംഗ്ലാദേശിൽ ഈ ഷേഖ് ഹസീന സർക്കാർ പ്രത്യേകിച്ച് ഈ തുണിത്തരങ്ങളുടെ നിർമ്മാണത്തിലാണ് വലിയ പ്രാധാന്യം കൊടുത്തത്. ബംഗ്ലാദേശിന്റെ ടോട്ടൽ GDP അറൌണ്ട് ഒരു 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ തുണിത്തരങ്ങളുടെ കച്ചവടമാണ്. സോ അതില്ലെങ്കിൽ ബംഗ്ലാദേശ് ഇല്ല, തീരെയുമില്ല. അപ്പോൾ അവിടെ ഒരുപാട് അമേരിക്കൻ കമ്പനികളുമായിട്ട് ബംഗ്ലാദേശ് കമ്പനികൾക്ക് ഓൾറെഡി തന്നെ കരാറുകളും കയറ്റുമതി ഡീലുകളും ഒക്കെ ഉണ്ട്. അത് നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് അമേരിക്കൻ കമ്പനികൾക്ക് നേട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചില മേഖലകളിൽ തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കയറ്റുമതി ഇറക്കുമതിയിൽ ചില മേഖലയിൽ പരസ്പര താരിഫ് 0% ആക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ മാത്രം ടോട്ടൽ താരിഫ് എടുത്തു കഴിഞ്ഞാൽ ഈ 19% ഇന്ത്യയേക്കാൾ 1% കൂടുതലാണ്. അതായത് മൊത്തത്തിൽ ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീലും ബംഗ്ലാദേശ് അമേരിക്ക ട്രേഡ് ഡീലും തമ്മിൽ നോക്കുമ്പോൾ ബെനിഫിറ്റ് ഇന്ത്യക്കാണ്. പക്ഷെ എന്നാലും ഇന്ത്യക്കാർക്ക് ഭയങ്കര ആശങ്കയാണ്. നമ്മളെ വിചാരം എന്താണെന്നറിയോ, എല്ലാം നമുക്ക് മാത്രം മതി. ഈ മനോഭാവം നമ്മൾ മാറ്റേണ്ട ഒരു കാലമാണിത്. എന്ന് വെച്ചാൽ നമുക്ക് മാത്രം ബെനിഫിറ്റ് ഉണ്ടായാൽ മതിയോ, നമ്മൾ മാത്രം നന്നായാൽ മതിയോ? മറ്റുള്ളവർ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഡീലുകൾ അവരുണ്ടാക്കില്ലേ? ബംഗ്ലാദേശിന് ചില തുണിത്തരങ്ങളിൽ 0% ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പകരം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ബംഗ്ലാദേശിലേക്ക് വരാനായിട്ട് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? അമേരിക്ക ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബംഗ്ലാദേശി തുണിത്തരങ്ങളുടെയും വസ്ത്രങ്ങളുടെയും കയറ്റുമതിക്കാണ് പരസ്പര താരിഫ് 0% മാറ്റിയിരിക്കുന്നത്. മനസ്സിലാക്കണം, ബംഗ്ലാദേശ് പൊതുവെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന നൂലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ വസ്ത്രങ്ങൾ അവർ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും ഒക്കെ ഇവർ സാധനം ഇറക്കുമതി ചെയ്യുന്നുണ്ട്. കൂടുതലും ഇന്ത്യയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അമേരിക്ക എന്ത് ചെയ്തു? അമേരിക്ക പറഞ്ഞു, അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ഉപയോഗിച്ച് നിങ്ങൾ നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്തു തരാം? വില കുറച്ചു തരാം, 0 ആക്കി തരാം താരിഫ്. അത് അമേരിക്കയുടെ ഒരു സ്ട്രാറ്റജിയാണ്. അമേരിക്കയുടെ പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ബംഗ്ലാദേശ് കൂടുതലായിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നിലവിൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് വളരെ ദൂരം കൂടുതലാണ് അമേരിക്കയും ബംഗ്ലാദേശും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഈ ചരക്ക് കൊണ്ടുവരുന്നതിന് സ്വാഭാവികമായിട്ടും നല്ലൊരു തുക അതിന് ചെലവ് വരും. കോസ്റ്റ് താരതമ്യേന കൂടുതലായിരിക്കും. ചിലപ്പോൾ ഭാവിയിൽ അമേരിക്കൻ കമ്പനികൾ ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്യും. ബംഗ്ലാദേശിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവരവിടെ പരുത്തിയും ആർട്ടിഫിഷ്യൽ ഫൈബറും ഒക്കെ ഉൽപ്പാദിപ്പിക്കും. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം നിലനിൽക്കുന്ന ഒരു ഫീൽഡാണ്. നമ്മുടെ മനോഭാവം മാറിയേ പറ്റൂ. അമേരിക്കയോ റഷ്യയോ അല്ലെങ്കിൽ ചൈനയോ ഇവരൊന്നും നമ്മളെ നന്നാക്കാനായിട്ടല്ല അവരൊക്കെ ഒരു തീരുമാനം എടുക്കുന്നത്. അവർ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത്, കരാറുകൾ ഉണ്ടാക്കുന്നത് അവർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്ത്യക്ക് എന്താണോ ബെസ്റ്റ്, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിൽ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ലോക രാജ്യങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല ഇന്ത്യ സൂപ്പർ പവർ ആവുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യ വലിയ ശക്തിയാവാൻ വേണ്ടിയിട്ട് അവർ ആയിക്കോളൂ ഞങ്ങൾ ഇവിടെ മിണ്ടാതെ നിൽക്കാം എന്ന് പറഞ്ഞ് നിന്ന് തരില്ലെന്നേ. ഇത് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഞാനിത് പറയാൻ കാരണം ഇന്ത്യക്ക് തിരിച്ചടിയോ, ഇന്ന് പ്രേക്ഷകർ ഒരുപാട് പേര് കാണാൻ പോകുന്നൊരു വാർത്തയായിരിക്കും. ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയോ, ചില വിഭാഗം തുണിത്തരങ്ങൾക്ക് 0 നികുതി ഏർപ്പെടുത്തിയ അമേരിക്ക, ആശങ്ക. ഒരുപാട് മാധ്യമങ്ങൾ ഈ സാധനം റിപ്പോർട്ട് ചെയ്യും. എന്നാൽ അടിസ്ഥാനപരമായി ഈ കാര്യങ്ങൾ ചില മലയാള മാധ്യമങ്ങൾ സത്യസന്ധമായിട്ട് എഴുതുന്നവരുണ്ട് കേട്ടോ. ചിലർ മിണ്ടില്ല, വസ്തുത മിണ്ടില്ല. ഇവിടെ വസ്തുത എന്താണ്? അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരുത്തിയും അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്ന ഈ ആർട്ടിഫിഷ്യൽ ഫൈബർ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന തുണിത്തരങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു 0 താരിഫ്, പരസ്പര താരിഫായിട്ട് നൽകിയിരിക്കുന്നത്. സോ ഇവിടെ അമേരിക്ക എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആത്യന്തികമായിട്ട് അമേരിക്കയുടെ താല്പര്യങ്ങളാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ താല്പര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ബംഗ്ലാദേശ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി വിപണിയിലേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ ഇന്ത്യക്കാർ നോക്കിയിരുന്ന് കരയല്ല വേണ്ടത്, നമ്മൾ അതിനേക്കാൾ ബെസ്റ്റ് ഉണ്ടാക്കണം. ബംഗ്ലാദേശ് ഇന്ത്യ അപേക്ഷിച്ച് കുറച്ച് പുറകിലായതുകൊണ്ട് തന്നെ അവിടെ ഇന്ത്യയിൽ ഉള്ളതിനേക്കാൾ ലേബർ കുറവാണ്. ബംഗ്ലാദേശിൽ വളരെ ലേബർ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന് ഇന്ത്യ കൊടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ പ്രൈസിൽ ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ അവർക്ക് പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. ഓൾറെഡി അമേരിക്കൻ കമ്പനികൾ അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വാങ്ങുന്നുമുണ്ട്.
കൂട്ടത്തിലാണ് ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് US-ന്റെ പരുത്തി ആർട്ടിഫിഷ്യൽ ഫൈബറും കൂടെയൊക്കെ കടന്നു വരുന്നത്. അപ്പൊ ബംഗ്ലാദേശ് തീർച്ചയായിട്ടും അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ടെക്സ്റ്റൈൽ മേഖല. ബംഗ്ലാദേശിന്റെ ടോട്ടൽ GDP-യിൽ 10% മുകളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ടെക്സ്റ്റൈൽ മേഖലയിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പൊ അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് അതിന് അവർക്കുണ്ട്. എന്നാൽ ഇന്ത്യയുടേത് അങ്ങനെയല്ല. ഇന്ത്യ ഇവിടെ തുണിത്തരങ്ങൾ മാത്രമല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മളിവിടെ നൂലടക്കം അതിന് വേണ്ട അസംസ്കൃത വസ്തുക്കളടക്കം പലതും നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഒരു എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. ഇന്ത്യൻ എക്സ്പോർട്ട് എന്ന് പറയുന്നത് വിവിധ മേഖലകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുമ്പോൾ ഏതെങ്കിലും ഒരു സെക്ടറിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന എല്ലാ പ്രോഡക്റ്റുകൾക്കും ബെനിഫിറ്റ്സ് കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് ഡീലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. ബംഗ്ലാദേശ് അങ്ങനെ വേറൊന്നും വലുതായിട്ട് ലോകത്തോട്ട് കയറ്റുമതിയൊന്നും ചെയ്യുന്നില്ല. കൂടുതലും ഈ ടെക്സ്റ്റൈൽ മേഖല അല്ലെങ്കിൽ തുണിത്തരങ്ങളാണ് അവർ കയറ്റുമതി ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ഡീല് US-ഉമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് അവർ അമേരിക്കയ്ക്ക് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയുടെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഡയറി ഐറ്റംസ് സകല സാധനങ്ങൾ ബംഗ്ലാദേശിന്റെ മാർക്കറ്റിൽ കൊണ്ടുവരാനായിട്ട് അവർ സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് അവർ ഈ US കൊടുക്കുന്ന പരുത്തി ആർട്ടിഫിഷ്യൽ ഫൈബർ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾക്ക് 0% പരസ്പര താരിഫ് എന്ന് പറയുന്ന ഒരു ഡീൽ ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ട് ബാക്കിയുള്ളവയ്ക്ക് 19% എന്ന് പറയുന്ന സാധനം നിൽക്കുകയാണ് അവിടെ. അതായത് ഇന്ത്യയേക്കാൾ 1% കൂടുതലാണ്. അങ്ങനെ ഒരു ഡീലാണ് അവർക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിലെ ബംഗ്ലാദേശ് US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുള്ള ധാരണയിൽ ഏതെങ്കിലും ഒരു വരി മാത്രം എടുത്തു വെച്ചിട്ട് അയ്യോ ബംഗ്ലാദേശിന് ഭയങ്കര ലാഭമാണേ നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറയേണ്ട ഒരു കാര്യം ഇവിടെ ഇപ്പൊ ഇല്ല. ഇന്ത്യക്കാർ ചെയ്യേണ്ടത് എന്താണ്? ബംഗ്ലാദേശിനുമായിട്ട് മത്സരിക്കണം, ഫെയർ ആയിട്ട് മത്സരിക്കണം. വിപണിയിൽ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റുകൾ കൊടുത്ത് ബെസ്റ്റ് പ്രൈസിന് സെയിൽ ചെയ്തുകൊണ്ട് മത്സരിക്കണം. മറ്റു വിപണികളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റുകൾ നമ്മൾ എത്തിക്കണം. അല്ലാതെ ഒരു രാജ്യം ചെയ്യുന്ന കണ്ടിട്ട് അയ്യോ അവരിതാ ചെയ്യുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു വിചാരിക്കേണ്ട കാര്യമില്ല. ഒന്നാമത് ലോകത്തെ 5 തുണിത്തരങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. ചൈന വളരെ മുന്നിലുള്ള രാജ്യമാണ്. വിയറ്റ്നാം ടെക്സ്റ്റൈൽ എക്സ്പോർട്ടിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബംഗ്ലാദേശ്. ഇന്ത്യയുമുണ്ട്. ഇന്ത്യയെക്കാൾ കൂടുതൽ എക്സ്പോർട്ട് ബംഗ്ലാദേശ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ മറികടക്കേണ്ടത് ക്വാളിറ്റി കൊണ്ടും കൂടുതൽ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടും വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ്. അല്ലാതെ നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ബംഗ്ലാദേശിന് ആകെ ഉള്ളത് ഒരു ടെക്സ്റ്റൈൽ മേഖലയാണ്. നമുക്ക് എന്തുമാത്രം പ്രോഡക്ട്സ് നമ്മൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈവൻ അമേരിക്കയുടെ അഭിമാനമായിട്ടുള്ള ആപ്പിൾ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ വരെ നമ്മൾ ഇന്ന് മാനുഫാക്ചർ ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു വിഷയം മാത്രം എടുത്തിട്ട് നമുക്ക് തിരിച്ചടി അവർക്ക് നേട്ടം എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. നമുക്ക് നാണക്കേടാണ്. ഏത് രാജ്യം എന്ത് ചെയ്താലും ഇന്ത്യക്ക് തിരിച്ചടിയോ? ഇപ്പൊ നാളെ ഇനിയിപ്പോ മാലിദ്വീപ് എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും ആയിട്ട് ചെയ്താൽ ഉടനെ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം വരുന്ന തലക്കെട്ട് ഇന്ത്യക്ക് കനത്ത പ്രഹരം, ഇന്ത്യക്ക് തിരിച്ചടി. അപ്പൊ ഇത് കാണുന്ന മാലിക്കാർ തന്നെ വിചാരിക്കും ഞങ്ങൾ എന്തോ വലിയ സംഭവമാണെന്ന്. ഇത് തന്നെയാണ് ബംഗ്ലാദേശികളും. ഇതാ കണ്ടില്ലേ ഇന്ത്യയെക്കാൾ ബെറ്റർ ഡീല് ബംഗ്ലാദേശ് ഉണ്ടാക്കിയെന്നും പറഞ്ഞുകൊണ്ടായിരിക്കും. വിവരമില്ലാത്തവരാണ് അവരെവിടെ കിടന്ന് ആഘോഷിക്കാൻ പോകുന്നത്. യാഥാർത്ഥ്യം മറ്റൊന്നാണ്. പക്ഷെ ഇവരൊക്കെ എടുത്ത് കാണിക്കുന്ന ഇന്ത്യൻ വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ട് എന്താണ്? ബംഗ്ലാദേശ് ഉണ്ടാക്കിയ ഡീലിൽ ഇന്ത്യൻ തുണിത്തര വ്യാപാരികൾക്ക് ആശങ്ക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് വെച്ച് കാച്ചും. ശരിക്കും ആവശ്യമില്ലാതെ ഈ രാജ്യങ്ങൾക്കൊക്കെ ഹൈപ്പ് കൊടുക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളാണ്. ഇഗ്നോർ ചെയ്ത് കളയുക. നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് പോവുക. ബംഗ്ലാദേശ് അമേരിക്കയുമായിട്ട് എന്ത് ഡീലോ ഉണ്ടാക്കട്ടെ, അല്ലെങ്കിൽ ചൈനയുമായിട്ട് ഉണ്ടാക്കട്ടെ, നമുക്കെന്ത്? നമ്മുടെ സുരക്ഷയെ ബാധിക്കാത്ത വിഷയങ്ങളാണത്. നമുക്ക് അമേരിക്കയുമായിട്ടൊരു ഡീൽ വേണം, യൂറോപ്പുമായിട്ട് വേണം. നമ്മളത് ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ $1 ട്രില്യൺ അടുത്തേക്ക് ഇന്ത്യയുടെ എക്സ്പോർട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ എത്തും. ആ രീതിയിൽ ഇന്ത്യ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ബംഗ്ലാദേശിൽ എന്തോ ഇത് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് അതിനെ വലിയ ഹൈപ്പ് കൊടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.